എലിസബത്ത് ഉദയനും പ്രമുഖ നടനുമായിട്ടുള്ള വിഷയങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ കാര്യമായി ചർച്ചയ്ക്കെടുത്തു. കാര്യമായ പുരോഗതികളൊക്കെ അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നിയമത്തിൻ്റെ പുരോഗതിയൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എന്നിരുന്നാലും ആ വിഷയത്തിൽ എലിസബത്തിൻ്റെ ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ വേറൊരു വഴിയിലേക്കാണ് പോകുന്നത് എന്നുള്ള ചില വാർത്തകളാണ് നമുക്ക് വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും എലിസബത്ത് കഴിഞ്ഞ ദിവസം ഇറക്കിയ വീഡിയോയിലൂടെ അവരുടെ വോയിസ് ഓവറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനകത്ത് വേറെ പല കളികൾ നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണോ എലിസബത്ത് ഉദയൻ ഇവിടെ വന്നിരുന്ന ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്, ആ കാര്യത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ട് ചെറിയ പേഴ്സണൽ വെൻഡറ്റയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും തർക്കങ്ങളിലേക്കും ഒക്കെ കാര്യങ്ങൾ ഒരു വ്യതിചലിച്ചു പോകുന്നൊരു സംഭവ വികാസങ്ങളാണ് നടക്കുന്നത്. എന്ത് തോന്നുന്നു പൗർണമി? അത് ശരിയായ ഒരു രീതിയാണോ? ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അല്ല. കാരണം നമ്മുടെ ഫോക്കസ് മാറി പോകുന്നതായിട്ട് തോന്നുന്നു. മറ്റൊന്നുമല്ല, ഇപ്പോൾ എലിസബത്തിന് മുൻപും ഉണ്ടായിരുന്ന ഭാര്യ, ആ ഒരു അല്ലെങ്കിൽ ഒരു ഗായികയുമായിട്ടുള്ളൊരു പ്രശ്നവും അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ റിവെഞ്ചോ ഗ്രഡ്ജോ അതൊക്കെ ഇതിനിടയിൽ വന്നു പോകുമ്പോൾ ഒരു പക്ഷേ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത് പോലെ, മറ്റ് യൂട്യൂബ് ചാനലുകൾ ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പോൾ ഇത് കാണേണ്ടവരും അനുഭവിക്കേണ്ടവരും നോക്കി ചിരിക്കുന്നുണ്ടാവാം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാനുള്ളത്, ഈ ഒരു സമയത്ത് ശരിക്കും നിങ്ങൾ ഒന്നിച്ചു നിൽക്കുകയോ രണ്ടായിട്ട് നിൽക്കുകയോ അതിനകത്ത് ഇവിടെ ഒരു പ്രസക്തിയില്ല. ഒന്നിച്ചു നിന്നാൽ കുറച്ചുകൂടെ, നമ്മൾ പറയല്ലോ, ഒരു കമ്പായിട്ട് എടുത്ത് ഒടിക്കാൻ നമുക്ക് ഈസിയാണ്, പല കമ്പുകൾ ചേർന്ന് ഒടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തിരി പാടുപെടും എന്ന് പറയുന്നത് പോലെ ഒരു പക്ഷേ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗുണമായിരിക്കും. പക്ഷേ അതൊക്കെ ഓരോ പേഴ്സണൽ ഒപ്പീനിയനാണ്, പബ്ലിക്കിൻ്റെ അടുത്ത് വിട്ടുകൊടുക്കാനുള്ള കാര്യമല്ല. അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിലോ കമൻറ്റുകളിലോ വരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ളതല്ല. ഓരോ മനുഷ്യൻ്റെ മാനസികാവസ്ഥയും ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് അവനവനെ അറിയുള്ളൂ. മറ്റുള്ളവർക്ക് അതിൻ്റെ ഒരു ആഴം അറിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും എലിസബത്തിന് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. പക്ഷേ അങ്ങനെ ശരിയെന്ന് തോന്നുന്നത് ചെയ്യുമ്പോഴും നിങ്ങൾ തമ്മിൽ ഇത്തരത്തിലൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെന്നുള്ളത് പബ്ലിക്കിനെ അറിയിക്കേണ്ട ആവശ്യമില്ല. സപ്പോസ് ഇപ്പം ഇഷ്ടമല്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നോ പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്താൽ ഓക്കെ, ഫൈൻ. പക്ഷേ ഇതിനിടയിൽ മറ്റുള്ളവർ കയറി കളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ടോ ഇടപെടുന്നുണ്ടോ അല്ലെങ്കിൽ ഇടപെടലുകൾ എത്രത്തോളമാണ്, ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ച കാര്യങ്ങളാണോ കൃത്യമായിട്ട് മനസ്സിലാക്കിയത്, അതിനകത്ത് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടോ, ഒന്നും കൃത്യമായിട്ട് അറിയില്ല. ഇതെല്ലാം ഈ രണ്ട് കൂട്ടരും തമ്മിലാണ്. പക്ഷേ ശരീരം ശ്രദ്ധിച്ചോ, പല യൂട്യൂബ് ചാനലുകളും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിന്നവർ പോലും ഈ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും ആ നടനെയാണ് ഫോക്കസ് ചെയ്തത്, ആ നടൻ ചെയ്ത ക്രൂരതകളാണ് ഫോക്കസ് ചെയ്തത്. ആ വ്യക്തിയെ എക്സ്പോസ് ചെയ്യുക, ആ വ്യക്തിയുടെ കീഴിൽ മറ്റൊരാൾ ഇനി പോയി ചെന്ന് പെടാതിരിക്കുക, അല്ലെങ്കിൽ താൻ ഇത്രയൊക്കെ കാര്യങ്ങൾ അനുഭവിച്ചു എന്ന് തുറന്നു പറയുക, അതിൽ നിന്ന് സ്വയം നീതി നേടിയെടുക്കുക. ഇപ്പോൾ ഈ എലിസബത്ത് കാരണം ഈ പറയുന്ന മുൻ ഭാര്യ അല്ലെങ്കിൽ ഗായികയ്ക്കും നീതി കിട്ടുന്നു, ഗായികയുടെ മകൾക്കും നീതി കിട്ടുന്നു എന്ന് പറയുന്ന സെയിം ടൈമിൽ തന്നെ ഈ എലിസബത്ത് ഒരു നിമിത്തമായി അവരുടെ കാര്യം, അല്ലെങ്കിൽ ഇത്രയും നാളും അവരെയും കരിവാരി തേച്ചുകൊണ്ടായിരുന്നത്. തീർച്ചയായിട്ടും എലിസബത്ത് ചെയ്തത് നല്ലൊരു കാര്യമാണ്. അവർക്ക് അത്രയും ധൈര്യമുണ്ട്, അല്ലെങ്കിൽ അവർ ഇത്രയൊക്കെ ഡിപ്രഷനിലൂടെയും മാനസികാവസ്ഥ ഭയങ്കര മോശമായിട്ട് കടന്നുപോയിട്ട് അവർ റിക്കവറായിട്ട് നേരിട്ട് വന്ന് ഇത്രയും കാര്യങ്ങൾ പറയാൻ വില്ലിങ് ആവുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടൊരു കാര്യമില്ല. ഒരു പ്രശ്നമില്ലാതെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തോ ഇതിലൊക്കെ എന്ത് കാര്യം എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയ ഒരാൾക്ക് മാത്രമേ താൻ എന്തൊക്കെ നേരിട്ടിട്ടുണ്ട്, എന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായി പറയാനും അത് അനുഭവിച്ചവർക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മളൊക്കെ പറയുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ സ്റ്റിൽ ഈ ഒരു കാര്യം നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. കാരണം ആ ഒരു ഫോക്കസ് മാറുമ്പോൾ ഈ പറയുന്ന ആ തേർഡ് പേഴ്സൺ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും, കളിയാക്കുന്നുണ്ടാവും, അയാൾ പുതിയ വീഡിയോസ് ഇടുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. അയാളുടെ സന്തോഷം ഒന്നും അല്ല നമുക്ക് മാറ്റർ. നമ്മൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാറ്റർ നമ്മളെ ഉപദ്രവിച്ചു, നമ്മൾ ഈ അവസ്ഥകളിലൂടെ കടന്നുപോയി. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ആൾ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ ഈ ആൾ ചെയ്ത കാര്യങ്ങൾ 100% ശരിയാണെന്ന് പൊതുസമൂഹത്തിനും അതുപോലെ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കും മനസ്സിലാവണം. നമുക്കെതിരെ തിരിയുമ്പോൾ നമ്മളോട് ചെയ്തത് ഇതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിന് കോട്ടം തട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പലരും പിൻവാങ്ങുകയാണ് തൽക്കാലം. ഈ ഒരു കോൺഫ്ലിക്റ്റ്, അതായത് നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടാണ് ഈ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് ഈ പറയുന്ന എലിസബത്തിൻ്റെ മുൻ ഭർത്താവ് തമ്മിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ചെറിയ രീതിയിലെങ്കിലും അത് വ്യതിചലിച്ച് പല പേരുകൾ ഇതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് പോലും ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലേ ശരി? തീർച്ചയായിട്ടും. കാരണം ഈ എലിസബത്ത് ഉദയൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ പറയുന്ന സോ കോൾഡ് ആക്ടർ അണ്ണാച്ചിയിൽ നിന്ന് വേർപിരിഞ്ഞ്, അല്ലെങ്കിൽ അണ്ണാച്ചി ഇറക്കി വിട്ടു, അല്ലെങ്കിൽ ഈ അണ്ണൻ തമ്പി ഇറക്കി വിട്ടു എന്നൊക്കെ പറയുമ്പോൾ അവർ സെപ്പറേറ്റഡ് ആയിട്ട് മാറിയതിന് ശേഷം അവർ പിന്നീട് വീഡിയോ ആയിട്ട് വരികയാണ്. അതിന് കാരണക്കാരനും ഈ പറയുന്ന നടൻ തന്നെയാണ്. അവർ വെറുതെ വീഡിയോ ആയിട്ട് വന്നതല്ല, അവരെ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞിട്ടാണ് അവരത് അവസാനം സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്. അത് ബേസിക്കലി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എലിസബത്ത് വ്യക്തമാക്കുന്നുണ്ട്, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അവരവരുടെ ആ ഒരു ലക്ഷ്യം കൃത്യമായി പറയുന്നുണ്ട് വീഡിയോയിലൂടെ, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. എന്നെ പോലെ ഒരു അനുഭവം ഇനി ഒരാൾക്കും ഉണ്ടാവരുന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് എനിക്കുള്ളത്. തന്നെ ഇനി ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവർ ആ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്താൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കും, പക്ഷേ
എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് ത്രെട്ടനിങ് ഉണ്ടായി, അവരുടെ ചാനലിന് പ്രശ്നങ്ങളുണ്ടായി എന്ന് അറിഞ്ഞതിൽ വളരെ വിഷമമുണ്ട്. പക്ഷേ ചില ആൾക്കാർ, അതായത് ഈ പറയപ്പെടുന്ന നടൻ്റെ മുൻ ഭാര്യമാരിൽ ഒരാളായ ഗായിക ഇവരെ വിളിക്കുകയും സപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷം അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ വോയിസ് ഓവർ മറ്റേതോ ബ്ലോഗർക്ക് അല്ലെങ്കിൽ മറ്റേതോ യൂട്യൂബ് ചാനലിൽ കൊടുത്തു എന്നുള്ള രീതിയിലാണ് എലിസബത്ത് സംസാരിച്ചത്. അത് ഒരിക്കലും ശുഭകരമായ ഒന്നല്ല. അതുമാത്രമല്ല, ഞാൻ ഇതിനെതിരെ പ്രതികരിക്കാത്ത അവരുടെ മകളെ ഓർത്തിട്ട് മാത്രമാണെന്നൊക്കെ പറയുമ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു രീതി, അതായത് ഈ പറയപ്പെടുന്ന പോലെ ഈ നടനും എലിസബത്തും തമ്മിലുള്ള വിഷയത്തിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള പാതിൽ നിന്നും മാറി വേറൊരു എന്താ പറയുക അടുക്കളപ്പുറത്തെ കാര്യമായിട്ട് ഇത് മാറിപ്പോകുന്നു. കാരണം ഇവർ എല്ലാവരും ഈ പറയപ്പെടുന്ന നടൻ്റെ ഭാര്യമാരിൽ ട്രോമകൾ അനുഭവിച്ച, അത് പുറത്ത് തുറന്നു പറഞ്ഞ 2 പേരാണുള്ളത്. അതൊന്ന് ഈ പറയുന്ന ഗായികയും പിന്നെ എലിസബത്തുമാണ്. ഗായികയുടെ പേര് നമ്മൾ പറയാത്തത്, അത് കേസുകൾ കിടക്കുന്നതുകൊണ്ടാണ് നമ്മളിത് പറയാത്തത്. എലിസബത്തിൻ്റെ പേര് പറയുന്നുണ്ട്. എലിസബത്ത് ഇതുവരെ കേസും കാര്യങ്ങളൊന്നും പറഞ്ഞതുകൊണ്ട് എലിസബത്തിൻ്റെ പേര്, അത് എലിസബത്ത് പറയുന്നവരെ നമുക്കത് പറയാം. സോ ഈ 2 പേർക്കും വർഷങ്ങളുടെ കണക്കൊന്നും നോക്കണ്ട. ഇപ്പോൾ എലിസബത്തിന് 2 വർഷവും മറ്റവർക്ക് 10 വർഷമാണെങ്കിൽ അതിൽ ഏറ്റവും ആഴത്തിൽ മുറിവുകൾ അനുഭവിച്ച് 2 പേരും ഏതാണ്ട് ഈക്വലായിട്ട് തന്നെയാണ്. ഒരാൾക്ക് കുട്ടിയൊന്നും ഉണ്ടായില്ല, ഭാഗ്യമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അതുകൊണ്ടാണല്ലോ ഈ പറയപ്പെടുന്ന ഗായികയുടെ മകളും ഇങ്ങനൊരു വൃത്തികെട്ട മെൻറ്റാലിറ്റിയുള്ള അച്ഛൻ്റെ മകളായിട്ട് ജനിക്കേണ്ടി വന്നത് അതുകൊണ്ടാണല്ലോ ആ കുട്ടിക്ക് ലൈവിൽ വന്ന് പല കാര്യങ്ങളും പറയേണ്ടി വരും. നമ്മൾ അതൊന്നും ഇവിടെ വലിച്ചടിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഈ 2 പേരും ഒരുമിച്ച് നിന്നാൽ, ഇപ്പോൾ പൗർണമി പറഞ്ഞ പോലെ ഒരു കമ്പ് ഈസി ആയിട്ട് ഒടിച്ചു കളയാം, പക്ഷേ പല കമ്പുകൾ ചേരുമ്പോൾ ഒടിക്കാൻ പാടാണെന്ന് പറയുന്ന പോലെ 2 പേരുടെയും ഓപ്പോസിറ്റ് നിൽക്കുന്ന വൃത്തികേടുകൾ കാണിച്ച ഒരാളാണ്, കോമൺ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള പേഴ്സൺ. ആ പേഴ്സണോട് 2 പേരും മറ്റെല്ലാ ഈഗോ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട്, മറ്റെല്ലാ വൈരാഗ്യങ്ങളും ഈ സെൽഫിഷ്നെസ്സും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് സ്വന്തം കാര്യം 2 പേർക്കും നഷ്ടങ്ങളുണ്ടായി. 2 പേർക്കും ഈ പറയപ്പെടുന്ന എലിസബത്തിനെ ആർക്കും അറിയില്ലായിരുന്നു. ഇവൻ ഈ പറയപ്പെടുന്ന നടൻ്റെ വൈഫാകുന്നവരെ എലിസബത്തിനെ ആർക്കും അറിയില്ല. പക്ഷേ ഈ പറയപ്പെടുന്ന ഗായിക അങ്ങനെ ആയിരുന്നില്ല. അവർ ഈ പറയപ്പെടുന്ന മെയിൻ സ്ട്രീം ഗായിക അല്ലെങ്കിൽ മെയിൻ സ്ട്രീം സിംഗിങ് ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് വിന്നറൊക്കെയായി അവർ ഈ പറയുന്ന നടനോടൊപ്പം വിവാഹം കഴിക്കുകയും അവർ ഗായിക എന്ന നിലയിൽ പ്രശസ്തയുമാണ്. അവരൊരു പബ്ലിക് ഫിഗറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും നഷ്ടങ്ങളുണ്ടായി. കാരണം എലിസബത്തിന് കിട്ടിയ സപ്പോർട്ട് ഒരിക്കലും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ പറയപ്പെടുന്ന നടനെതിരെ വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പരാമർശങ്ങൾ വന്നപ്പോൾ കുറേ അധികം ആൾക്കാർ ഈ പറയപ്പെടുന്ന ഈ നടൻ്റെ ആരാധകരായിരുന്നു. ഇവരെ അതിന് ഏറ്റവും കൂടുതൽ അവരുടെ അമ്മയെയും അവരുടെ അനിയത്തിയെയും അവരുടെ മകളെയും ഉൾപ്പെടെ സൈബർ ബുള്ളിങ് ചെയ്ത പ്രബുദ്ധ മലയാളികളാണ് നമ്മുടെ ആൾക്കാർ. അതിനൊരു കാരണം അവർ തന്നെയാണ്. കാരണം അവർ വന്ന് പറയുന്ന കാര്യങ്ങൾ അങ്ങനെയായിരുന്നു. അന്ന് ഈ പറയപ്പെടുന്ന സോക്കോൾഡ് ആക്ടർക്ക് 250 രൂപ കോടിയുള്ള ആക്ടർക്ക് നല്ല ഇമേജ് ആയിരുന്നു. അങ്ങേര് തന്നെ കുറേ ഇമേജുകൾ ഉണ്ടാക്കി വെച്ചു. അത് ജനങ്ങൾ മണ്ടന്മാർ വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ അതിനൊരു മാറ്റം വന്നത്, അദ്ദേഹത്തിൻ്റെ ആരാധകർ പോലും തിരിഞ്ഞത് എലിസബത്ത് ഉദയൻ്റെ വാക്കുകളിലൂടെയാണ്. 2 വർഷം എലിസബത്ത് അദ്ദേഹത്തെ വിവാഹം കഴിച്ചതിന് ജീവിച്ചു. അതിന് അവർ കൊടുക്കേണ്ടി വന്ന വിലയെന്ന് പറഞ്ഞാൽ പുറത്തു പറയാൻ പറ്റാത്ത തരത്തിലുള്ള, ഇപ്പോൾ ചെകുത്താനൊക്കെ പറയുന്ന പോലെ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള പീഡനങ്ങളാണ് ഈ പറയപ്പെടുന്ന സൈക്കോ എന്ന് അല്ല പറയുന്നതെന്നാണ് പറയുന്നത്. പലരും അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ബിയോണ്ട് സൈക്കോ, യെസ് ബിയോണ്ട് സൈക്കോ, അതായത് ഒരു ഈ രതിവൈകൃതങ്ങളോ അല്ലെങ്കിൽ അതിനപ്പുറം സാഡിസ്റ്റോ അങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്നതല്ല, പല പേരുകളും ചാർത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ, ഒരു ഹ്യൂമൻ ബീയിങ് എന്നൊരു മീൻസ് സയൻറ്റിഫിക്കലി ഹ്യൂമൻ ആയതുകൊണ്ട് ഹ്യൂമൻ ബീയിങ് നമുക്ക് വിളിക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെയെന്നാണ് ഈ പറയപ്പെടുന്ന എലിസബത്ത് പറയുന്നത്. കുറേ കാര്യങ്ങൾ അവർക്ക് പറയണമെന്നുണ്ട്, മാധ്യമങ്ങളോട് പറയണമെന്നുണ്ട്. പക്ഷേ അത് അവർക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള കഴിവും കാര്യങ്ങളും നമ്മൾ അതിലൊന്നും ഇടുന്നില്ല. പക്ഷേ എലിസബത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരിക്കലും പബ്ലിക്കിൻ്റെ മുമ്പിൽ എന്ന് പറയുമ്പോൾ ശ്രദ്ധ പിന്നെ പോകുന്നത് ഈ പറയപ്പെടുന്ന ഗായികയിലേക്കും അവരുടെ ഫാമിലിയിലേക്കുമാണ്. നമുക്ക് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? കാരണം നിങ്ങൾക്ക് കിട്ടേണ്ട നീതിയാണ്. നിങ്ങളുടെ സത്യസന്ധത ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെയൊക്കെ ഈ വീഡിയോസിന് താഴെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെ എലിസബത്ത് എന്നൊരു ടാഗ് ലൈൻ വിട്ട് ഒരു വീഡിയോ വെറുതെ ചെയ്താൽ പോലും അതിൻ്റെ താഴെ കമൻസ് ആയിരക്കണക്കിന് കമൻസ് വരുമ്പോൾ നോക്കുമ്പോൾ #, ഹെൽപ്പ് എലിസബത്ത് അല്ലെങ്കിൽ ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് തന്നെയാണ്. അതെ, ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്നുള്ള #കളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചത്. അതിനകത്ത് എനിക്ക് 1000 കമൻറ്റ് വരുവാണെങ്കിൽ അതിൽ 1-2 പേര് മാത്രമാണ് എലിസബത്തിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. ബാക്കി ഈ പറയപ്പെടുന്ന 999 കമൻറ്റുകളും എലിസബത്തിന് അനുകൂലമാണ്. അതിൽ നിന്ന് തന്നെ ജനങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ്. നിങ്ങളിനി വേണ്ട എന്ന് പറഞ്ഞാലും നിങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കുകയും നിങ്ങൾക്കതിന് നീതി കിട്ടണമെന്ന് വളരെ ഗാഢമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് ഇപ്പോഴത്തെ മലയാളി സമൂഹം. സോ അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് എലിസബത്ത് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് പറയാനുള്ള കൃത്യമായ അപ്ഡേറ്റുകൾ ഈ പറയുന്ന നടനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നടൻ നിങ്ങളോട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിത്ത് എവിഡൻസ് സഹിതം ക്യാമറ മുമ്പിൽ വന്നിരുന്ന് പറയുക, അല്ലെങ്കിൽ അതിനുള്ളൊരു പത്രസമ്മേളനവും കാര്യങ്ങളും നിങ്ങൾ വിളിച്ചു കൂട്ടുക, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഈ പറയപ്പെടുന്ന അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആർജിക്കട്ടെ എന്ന് നമ്മൾ പറയുന്നത്. കാരണം നിങ്ങൾ പറയുന്ന ബേസിക്കലി നിങ്ങൾക്ക് ഭയമാണ്, അല്ലെങ്കിൽ ബേസിക്കലി നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു ഡിപ്രഷൻ, മെൻ്റൽ സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന് പലപ്പോഴും കഴിയാറില്ല. പക്ഷെ അങ്ങനെ കഴിയുമ്പോഴാണ് വീണിട്ട് പിന്നെ ഉയർന്നു വന്നിട്ടാണ് നിങ്ങൾ ഓരോ വീഡിയോസും ഇടുന്നത്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ അതിനുള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ യൂട്യൂബേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ നിങ്ങളെ
ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഓൺലൈൻ മീഡിയ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നു. കാരണം നിങ്ങൾ എന്തിനാണ് മറ്റ് സബ്ജക്റ്റിലേക്ക് പോകുക? അവരങ്ങനെ പറഞ്ഞെങ്കിൽ അവർ പേഴ്സണലി നിങ്ങൾക്ക് വിളിച്ച് പറയാം. അവരെ ഇപ്പോൾ ചേതോവധം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരെ ഇപ്പം നാണം കെടുത്തിയോണ്ടോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. ബിക്കോസ് നിങ്ങൾക്ക് തിക്താനുഭവം ഉണ്ടായത് ഈ പറയപ്പെടുന്ന ആക്ടറിൽ നിന്നാണ്. സോ അയാളാണ് അതിന് ശിക്ഷ അനുഭവിക്കേണ്ടത്, അല്ലേ പൗർണമി? തീർച്ചയായും ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഇവർ വിളിച്ചു സംസാരിച്ചു. ഒരുപക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എലിസബത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യിക്കാം എന്നുള്ള ഇൻറ്റൻഷൻ ആയിരിക്കാം മേ ബി അവരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അവർ വിളിച്ച സമയം മാറിപ്പോയി അല്ലെങ്കിൽ പറഞ്ഞ രീതി മാറിപ്പോയി. ഇതൊക്കെ സംഭവിക്കാം, നോർമലായിട്ട് സംഭവിക്കാം. എന്തായാലും നിങ്ങൾ അനുഭവിച്ച അത്രയും ബുദ്ധിമുട്ടുകളൊന്നും ഇതിൽ നിന്നൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാനോ സംസാരിക്കാനോ പറ്റുമെങ്കിൽ സംസാരിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അത് വിട്ടേക്കുക. പക്ഷേ ഈ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന ആ നടനിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ച് പോവാതെ അവിടെ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾ എന്തിനാണോ ഇറങ്ങി പുറപ്പെട്ടത് അത് നേടിയെടുക്കുന്നത് വരെ അതിനുവേണ്ടി മാത്രം പരിശ്രമിക്കണമെന്ന് നമ്മളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.